It's me Rahul. Welcome to Rich Chat Talks. എങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഭയങ്കര വോൾട്ടൈൽ മാർക്കറ്റ് ആയിരുന്നു. ബട്ട് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിലാണ് വന്നെങ്കിലും റിക്കവർ ചെയ്ത് മുന്നോട്ട് കയറിയില്ലേ മാർക്കറ്റ്. ബട്ട് സ്റ്റിൽ ദ സെക്കൻഡ് ഡേ ഐ ബുക്ക് മൈ ലോസ്. ഞാൻ ഇന്നലെ എൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ആയിരുന്നു എൻ്റെ എൻട്രി എല്ലാം. ബട്ട് എന്താ പറ്റി, ബജാജ് ഓട്ടോയിലായിരുന്നു. ബട്ട് ഭയങ്കര വോൾട്ടൈലായിരുന്നു. ഒന്ന് താഴോട്ട് വരുന്നു, പിന്നെ ഒന്ന് മുകളിലോട്ട് വരുന്നു. എൻ്റെ ഒരു റേഞ്ച് ഉണ്ട് സ്റ്റോപ്പ് ലോസിന്റെ. ആ സ്റ്റോപ്പ് ലോസ് റേഞ്ച് എത്തിയപ്പം ഐ ബുക്ക് മൈ ലോസ്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ക്യാപിറ്റൽ വെച്ചിട്ടല്ലേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ എന്താണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മളൊരു ട്രേഡ് കയറുന്നതിന് മുന്നേ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഈ ട്രേഡിൽ ഞാൻ 1000 ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ട്രേഡിൽ ഞാൻ 2000 ലോസ് ചെയ്യും. ഇന്നലെ എൻ്റെ റേഞ്ചിലെത്തിയപ്പം ഐ കട്ട് മൈ ട്രേഡ്. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറിൽ തന്നെ ട്രേഡ് പോയി. ഞാൻ എന്താണ് വിചാരിച്ച ആ ഒരു ഇതിൽ തന്നെയാണ് ട്രേഡ് പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ബുക്ക് മെയ്ഡ് ലോസ്. നോ പ്രോബ്ലം. കാരണം നമുക്ക് നമ്മുടെ ട്രേഡ് എന്നും എന്താ, ഒരു പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്നെങ്കിൽ നമ്മുടെ ലോസ് വലുതാവും. ഫേവറിൽ പോകുന്നെങ്കിൽ കുഴപ്പമില്ല, ഓപ്പോസിറ്റ് പോകുന്നെങ്കിലോ. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു ട്രേഡ് കയറുന്നതിന് മുന്നേ ആദ്യം സെറ്റ് ചെയ്ത് നോക്കണം. എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, അതിൽ കൂടുതൽ ഞാൻ സ്റ്റോപ്പ് എടുക്കത്തില്ല, മുതലേ ലോസ് എടുക്കത്തില്ല. പിന്നെ ഒരു ദിവസം എത്ര ട്രേഡ് ചെയ്യും. ഫസ്റ്റ് ട്രേഡ് എൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ ഐ സ്റ്റോപ്പ് മൈ ട്രേഡിങ്. ഫസ്റ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, അഥവാ എൻ്റെ ഫസ്റ്റ് ട്രേഡ് ലോസിലാണെങ്കിൽ ഇതൊരു ലോസ് കവറിങ് അല്ല, പെർ ഡേ 2 ട്രേഡ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ട്രേഡ് കൂടി ചെയ്ത് നോക്കും. ആ ട്രേഡ് ലോസ് ആണെങ്കിൽ അപ്പൊ തന്നെ അടച്ചു വെക്കും. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ദിവസത്തിന് വേണ്ടി പ്രിപ്പറേഷൻ എന്താ വെച്ചാൽ ചെയ്യും. അപ്പൊ നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റി മന്ത്ലി ഇസ് എ ഗുഡ് അല്ലെ. മന്ത്ലി ഈ വ്യൂ അടിപൊളിയാണ് നിഫ്റ്റിയുടെ. നല്ലൊരു പുൾ ബാക്ക് ആണ്. താഴേന്ന് ഇറങ്ങിപ്പോയ മാർക്കറ്റിനെ ബയസ് മുകളോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. മന്ത് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ലാസ്റ്റ് മന്തിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. വിക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് മന്ത്ലി വ്യൂ നിഫ്റ്റിയുടെ ഓക്കെയാണ്. കാരണം ഈ മാസം അവസാനിക്കുമ്പോൾ നിഫ്റ്റി എവിടെ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. മേ ബി ഓൾ ടൈം ഹൈയിൽ വരെ പോവാം. ഓക്കെ, അപ്പം മന്ത്ലി ട്രേഡ് ഓക്കെയാണ്. നിഫ്റ്റിയുടെ ഒരു വ്യൂ ഓക്കെയാണ്. നമുക്ക് വീക്കിലി ഒന്ന് നോക്കാം എന്താ നിഫ്റ്റിയുടെ വീക്കിലി വ്യൂ. വീക്കും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അല്ല, വീക്കിലി 3 ഡേയ്സ് കഴിഞ്ഞു. ബട്ട് വീക്കിലി വ്യൂ ഒരു ഇൻഡിസിഷൻ ആണ് അല്ലെ. ഒരു എന്താ, എങ്ങോട്ട് മുകളോട്ടും പോകാം, താഴോട്ടും പോവാം അല്ലെ. ഇവിടുന്ന് മുകളോട്ടും പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ടും വരാം. ഓക്കെ, ഇതാണ് വീക്കിലി ഇൻഡിസിഷൻ ആണ് വീക്കിലിയിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ നമ്മുടെ ഡേ ചാർട്ടിലോട്ടൊന്ന് പോയി നോക്കാം. ഡേ ചാർട്ടിൽ എന്താ വ്യൂ എന്ന്. ഡേ ചാർട്ടിൽ ഓക്കെ, ഡേ ചാർട്ടിൽ കണ്ടോ ഇന്നലെ നമ്മുടെ നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗണിൽ വന്നെങ്കിലും ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ചെയ്തിട്ട് ഈ ഏരിയ വന്നിട്ട് നിഫ്റ്റി ഇവിടുന്ന് തിരിച്ചു കയറി. ഇതൊരു മേജർ സപ്പോർട്ടർ ആക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, കാരണമുണ്ട്. അറൌണ്ട് 2 lakh പുട്ട് റൈറ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അറൌണ്ട് 2 lakh പുട്ട് റൈറ്റേഴ്സ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. 24 ഏരിയയിൽ. ഇതാണ് നമ്മുടെ OA പുട്ട് റൈറ്റേഴ്സ്. അറിയാലോ അല്ലെ, OA ഓപ്പൺ ഇൻട്രസ്റ്റ്. ഏകദേശം 2 lakh പുട്ട് റൈറ്റേഴ്സ് ഈ ഏരിയയിലുണ്ട്. അപ്പൊ ഈ ഒരു OA, ഇത്രയും ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഈ ഏരിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അത് തന്നെയാണ് ഇന്നലെയും അത് സംഭവിച്ചത്. ഇവിടെ എത്തിയപ്പോൾ അതൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഇന്നലെ നിഫ്റ്റി മുകളിൽ ഇവിടുന്ന് താഴോട്ട് വീണു. ബട്ട് ഇവിടുത്തെ ഈ മേജർ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റി മുകളിലോട്ടൊരു പുൾ ബാക്ക് വന്നു. ഓക്കെ, എന്നാ ലാസ്റ്റ് ഡേയുടെ ഹൈയില് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ഡേയുടെ ഹൈ ഇവിടെയാണ്. ആ ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടില്ല നിഫ്റ്റി. അതിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ ഡെയിലി വ്യൂ നോക്കാം. ഡെയിലി മീൻസ് എന്താണ് നമ്മുടെ
ഇൻട്രാഡേയിൽ എന്താണ് നമ്മുടെ വ്യൂ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് 1 ഹവറിലെന്ന് വരാം. ഓക്കെ, 1 ഹവറിൽ വരുമ്പം ഇതാണ് നമ്മുടെ ഡേ ഹൈ അല്ലേ. 24,450 ആണ് ഡേ ഹൈ ആയിട്ടുള്ളത്. 450. ഓക്കെ, 24,450 ആണ് ഡേ ഹൈ ആയിട്ടുള്ളത്. അപ്പോൾ 1 ഹവറിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യൂ കാണുന്നുണ്ട്. എന്താ നമ്മുടെ വ്യൂ എന്ന് അറിയാം? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആകുന്നുണ്ട്. കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവിടുന്ന് ട്രയാങ്കിൾ പാറ്റേൺ ഇവിടുന്ന് ഫോം ആകുന്നുണ്ട്. മീൻസ് നമുക്ക് ഈ സപ്പോർട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ വരുമ്പം ഒരു സപ്പോർട്ട് അടി വരുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആകുന്നുണ്ട്. അതായത് ഒരു ആംഗുലാർ റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇന്നലെയും നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംഗുലാർ റെസിസ്റ്റൻസിന്റെ അടുത്ത് വന്നിട്ടാണ് നിഫ്റ്റി ജസ്റ്റ് പുൾ ബാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നാളെ അപ്പൊ ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നാളെ ഒരു ഗ്യാപ്പ് അപ്പില് 24,450 മുകളിൽ ഈ ഒരു ഏരിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനൊരു റാലി നമുക്ക് നാളെ കാണാൻ കഴിയും. ഓക്കെ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് നമ്മുടെ 24,450 ഈ ഒരു ഇന്നലത്തെ ഡേ ഹൈയില് ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി മോളോട്ട് പോകുന്ന ഒരു എന്താ പറയാ, നമുക്കൊരു വ്യൂ മോളിലോട്ട് നാളെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് മോളിലോട്ട് ടാർഗറ്റ് അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പൊ നാളെ നിഫ്റ്റി മോളിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഏരിയ ആയിരിക്കും. അതിന് കാരണമുണ്ട് 24,500 ഇതേപോലെ തന്നെ താഴെ 24,400 പുട്ട് റൈറ്റേഴ്സിനെ പോലെ തന്നെ 24,500 ഒരുപാട് കോൾ റൈറ്റേഴ്സ് ഉണ്ട്, അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ നിഫ്റ്റി നിന്നില്ലെങ്കിലും നിഫ്റ്റി അതിന്റെ മുകളിലുള്ള ടാർഗറ്റ് ആയിട്ട് 24,600 750 അങ്ങനെയുള്ള ഏരിയയിലോട്ട് നിഫ്റ്റി മുകളിലോട്ട് പോകുന്നത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ മുകളിലോട്ട് നാളെ ഇവിടെ കഴിഞ്ഞ പിന്നെ അടുത്ത ഇവിടെ എന്തായാലും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ടാർഗറ്റ് 24,508 24,500 പറയാം, 24,582 അതായത് 24,600 ഈ ഒരു ഏരിയയിൽ ടാർഗറ്റ് 1 ടാർഗറ്റ് 2 ആയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ഏരിയ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ഒരു ഏരിയ നോട്ട് റൈഡർ സോൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ T1 നമുക്ക് ഇവിടെ T2 ആയിട്ട് നമുക്ക് ഇവിടെയും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ വ്യൂ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് മന്ത്ലി ചാർട്ട് നോക്കാം. ഓക്കെ, മന്ത്ലി ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം ഹാഫിന്റെ മുകളിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരുന്നില്ല. അപ്പം ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീക്കിലി വ്യൂ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ഇപ്പോഴും ഒരു ഇൻഡിസിഷൻ തന്നെയാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് ഒരു ബാറായിരുന്നു, ഇവിടെയും തിരിച്ചും ഇതും അങ്ങനെ ഇൻവേർട്ടർ ഹാമർ. ഇപ്പം ഇന്നലെ തിരിച്ച് മുകളിലോട്ടൊരു ഹാമർ. ഓക്കെ, ഇപ്പം വീക്കിലിയിലും ബാങ്ക് നിഫ്റ്റിക്ക് നമുക്കൊരു വ്യൂ എന്ന് പറയാനില്ല. നമുക്ക് ഡെയിലി നോക്കാം. ഡെയിലി നോക്കുമ്പോൾ ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഒന്ന് താഴോട്ട് പോന്നിട്ട് ഇവിടെ ഒരു മേജർ സപ്പോർട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി തിരിച്ചു കയറി. അപ്പൊ ഡേ ഹൈ നമുക്ക് ഡെയിലി നല്ല ബാറാണുള്ളത്. ഓക്കെ, അപ്പൊ ഡേ ഹൈ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഡേ ഹൈ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് 1 ഹവറിലോട്ട് ഇട്ട് നോക്കാം. 1 ഹവറിലും ഓക്കെ ബാങ്ക് നിഫ്റ്റി ഓക്കെ ആണ്. 1 ഹവറിലും ബാങ്ക് നിഫ്റ്റി ഓക്കെ ആണ്. ഓക്കെ, 50 മിനിറ്റ്സിലെ വ്യൂ ബാങ്ക് നിഫ്റ്റി ചേർക്കാം. ബാങ്ക് നിഫ്റ്റി അപ്പം ഇവിടെ ബാങ്ക് നിഫ്റ്റി നമുക്കൊരു ആംഗുലാർ റെസിസ്റ്റൻസ് കാണുന്നുണ്ടായിരുന്നു ഇന്നലെ, അല്ലെ? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ഇവിടെ ഒരു ആംഗുലാർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക്, കണ്ടോ? ഇങ്ങനെ ഒരു ആംഗുലാർ റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. 1 2 3 ഓക്കെ, 3 വട്ടം ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ആ ആംഗുലാർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി കുറച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഇന്ന് നമ്മുടെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് 5509 അതായത് 55,000 നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കാണാൻ കഴിയും. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് അതിന്റെ മുകളിൽ 55,200,
തേർഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ടുള്ള മെയിൻ ടാർഗറ്റ് ആയിട്ട് 55,600. ഈ 3 ടാർഗറ്റും ബാങ്ക് നിഫ്റ്റിക്ക് നാളെ മുകളിലോട്ട് കാണാൻ കഴിയും. അപ്പം ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലോയിലെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 1:2, 1:3 റേഞ്ചിൽ നമുക്ക് മുകളിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പം നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് T1, T2, T3 വരെ ഒന്നും പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ, T3 നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്ക് നാളെ ഇതിന്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് ഒരു പുൾ ബാക്ക് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. ഈ ഏരിയയിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വെക്കാം. ഈ മോഡലിന്റെ ടാർഗറ്റ്സ് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.